എന്തായാലും നമ്മൾ തുടങ്ങി വെച്ചു. ഇനി അവസാനം കണ്ടിട്ട് നിർത്തിയാൽ മതി. പഞ്ചരത്നത്തിന്റെ പാതി സ്വത്തെങ്കിലും നമ്മുടെ കയ്യിൽ വരണം. മര്യാദയ്ക്കാണെങ്കിൽ പാതി, അല്ലെങ്കിൽ സ്വത്ത് മുഴുവൻ എന്റെ കയ്യിലിരിക്കും. അമൃത കേസ് കൊടുക്കും എന്നുള്ളത് ഉറപ്പാ. കേസൊന്നും കോടതിയിൽ നിലനിൽക്കില്ല അമ്മേ. പഞ്ചരത്നം പണയപ്പെടുത്തിയ സകല രേഖകളും എന്റെ കയ്യിലുണ്ട്. ഞാനൊരു വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ ഡീറ്റെയിൽസ് കോടതി ആവശ്യപ്പെടുമെന്നാ പറഞ്ഞത്. അങ്ങനെ വന്നാ 2 കോടി രൂപയ്ക്ക് നമ്മൾ സമാധാനം പറയേണ്ടി വരും. ട്രാൻസാക്ഷൻ കാണിക്കുന്നവരെയൊന്നും കാര്യങ്ങൾ കൊണ്ടുപോകരുത്. അതിനു മുമ്പ് അമൃതയെ മാക്സിമം ടെൻഷനിലാക്കണം. കേസിന് പോയാലുള്ള കുഴപ്പങ്ങൾ മുഴുവൻ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കണം. അമൃത മാത്രമല്ല, അവളുടെ അനിയത്തിമാര് കൂടി കോടതി കയറേണ്ടി വരുമെന്ന് ബോധ്യപ്പെടുത്തണം. വസ്തുക്കളെല്ലാം അമൃതയുടെ പേരിലാണ്. എന്നാലും പണയം വെച്ച കാശ് വാങ്ങിയതില് അനിയത്തിമാർക്കും പങ്കുണ്ടെന്ന് വരുത്തി തീർക്കണം. അതിനെന്ത് ചെയ്യും? അതിനാണ് വഴിയില്ലാത്തത്. കള്ളക്കേസിൽ കൊടുക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്നാലും ഈ കുശാഗ്ര ബുദ്ധിയില് ആന്റിയെ സമ്മതിക്കണം. ദിവ്യയുടെ അമ്മ തന്നെ. ഹലോ, ആകാശേട്ടൻ എവിടെയാ? അതെയോ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. പുറത്തൊന്നും പോയാലോ എന്ന് ആലോചിക്കാം. പക്ഷെ ഒറ്റയ്ക്ക് പോവാനൊരു മടി. ഫ്രീ ആണെങ്കിൽ ആകാശേട്ടനും കൂടി ഒന്ന് വരുമോ? ഓക്കെ, താങ്ക് യു ആകാശേട്ടാ. അപ്പോ കൃത്യം 3 മണിക്ക്. അപ്പൊ ഇന്നും രണ്ടുപേരും കൂടി നാട് ചുറ്റാൻ പോവല്ലേ? വീട്ടിലിരുന്നിട്ട് ബോറടിക്കുന്നു ചേച്ചി. നടക്കട്ടെ നടക്കട്ടെ, കല്യാണം വരെ ഉള്ളൂ ഈ ബോറടി. കല്യാണം കഴിഞ്ഞാ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പിന്നെ നേരം കിട്ടില്ല. 5-6 ആളുകളുള്ള വീട്ടിലെ എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കണമെങ്കിൽ നന്നായിട്ട് മെനക്കെടേണ്ടി വരും. ഞാൻ വെച്ചുണ്ടാക്കിയിട്ട് അവരൊക്കെ കഴിച്ചു തന്നെ. ദിവ്യപ്രഭയും അംബിക മാമിയൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേറെന്താ പണി? ദിവ്യപ്രഭ എന്തെങ്കിലും വെച്ചുണ്ടാക്കി തന്നിട്ട് കഴിക്കാന്നുള്ള മോഹം നീ ഇപ്പോഴേ കളഞ്ഞേക്ക്. അവളെ ഒരു വിളഞ്ഞ വിത്ത. ഇവിടെയാവുമ്പോ സകല ജോലിയും അമൃതേച്ച് ചെയ്തോളും. വെറുതെ ഇരുന്ന് 3 നേരം കഴിച്ച് ശീലമായി പോയി നിനക്ക്. ആ, ഇതൊക്കെ മാറിക്കോളും. എന്താ ചേച്ചാ പെൻഷന്റെ കാര്യം? തരാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറെ കാലം സസ്പെൻഷനിലായിരുന്നതിന്റെ ഒരു ബ്ലാക്ക് മാർക്ക്. പിന്നെ കലാവതിയുടെ പരിചയത്തിൽപ്പെട്ട ഒരാളാ സൂപ്രണ്ട്. അതുകൊണ്ട് കാശ് തരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ആ സ്ത്രീക്ക് നമ്മൾ എത്ര ഉപദ്രവിച്ചാലും മതിയാവില്ല. ഞാൻ എടുത്തു വെച്ച കുരിശല്ലേ, ഞാൻ തന്നെ ചുമക്കണം. കല്യാണത്തിന് മുമ്പേ കാശ് കിട്ടിയാ മതിയായിരുന്നു. അച്ഛൻ അങ്ങനെ ഒരുപാട് ടെൻഷനൊന്നും ആവണ്ട. അമൃതേച്ചി എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. അവള് ആധാരം വെച്ച് ലോൺ എടുക്കാൻ വരെ ഓടി നടക്കുമ്പോ ഞാനും ഉള്ളതുകൊണ്ട് സഹായിക്കണ്ടേ മോളെ? എന്താ അച്ഛനും മക്കളും കൂടെ ഒരു രഹസ്യം? രഹസ്യമൊന്നുമല്ല, കല്യാണ ചെലവുകളുടെ കാര്യം ഞങ്ങൾ പറയായിരുന്നു. ഇന്ന് ഓഫീസിൽ പോയിരുന്നു. ഇനിയും വൈകുമെന്നാ പറഞ്ഞത്. ഓഫീസിൽ കയറിയിറങ്ങല് പതിവായി. ഇനി ഉച്ച കഴിഞ്ഞ് ഒന്നുകൂടി പോണം. ഒരു രജിസ്റ്റേർഡ് ഉണ്ട് അമൃതയ്ക്ക്. മോളെ എന്താ നോക്ക്. ഇതവിടെ.
നോക്കിയേ, ഇത് നോക്കിയേ മോളെ. എന്താ എന്താ ചേച്ചി? എന്താ എന്താ മോളെ? എന്താ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.